ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്നിവിടെ റുബിക്സ് ക്യൂബ് എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതാണ് റുബിക്സ് ക്യൂബ്. ഇതിന്റെ ബേസ് ആയിട്ട് ഒരു കളർ എടുക്കാം. നമുക്കിവിടെ ഏത് കളറും സെലക്ട് ചെയ്യാം. ഞാനിവിടെ ചെയ്യുന്നത് വൈറ്റ് ബേസ് ആയിട്ട് എടുക്കുകയാണ്. ഇത് അപ്പർ സൈഡ് യു എന്ന് പറയും. ഇത് റൈറ്റ് സൈഡ്, നമ്മുടെ ഈ ക്യൂബ് നമ്മൾ പിടിച്ചിരിക്കുമ്പോൾ റൈറ്റ് ആയിട്ട് നിൽക്കുന്ന സൈഡ് റൈറ്റ് സൈഡ്, അതായത് ആർ. ലെഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന സൈഡിന് ക്യാപിറ്റൽ എൽ. അതേപോലെ അപ്പർ സൈഡിന് യു. ഇത് ഫ്രണ്ട് സൈഡ് എഫ്. ഓക്കെ, ബാക്ക് സൈഡ് ബി. ഓക്കെ, അപ്പൊ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. റൈറ്റ് ആർ, ലെഫ്റ്റ് എൽ, അപ്പർ യു, ഫ്രണ്ട് എഫ് ആൻഡ് ബാക്ക് ബി. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഷഫിൾ ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ഈ സെന്ററിലുള്ള കളറാണ് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ സെന്ററിൽ ബ്ലൂ ആണല്ലോ കാണുന്നത്. അപ്പൊ ഇവിടെ ചുറ്റും ബ്ലൂ ആണ് കൊണ്ടുവരേണ്ടത്. ഇവിടെ വൈറ്റ് ആണേരം ഇവിടെ ചുറ്റും വൈറ്റ്, അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഈ വൈറ്റിനെ ബേസ് ആക്കിയിട്ട് പിടിക്കുക. എന്നിട്ട് ഇത് ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ യെല്ലോന്റെ, അതായത് വൈറ്റ് ആണ് നമ്മൾ ബേസ് ആയി പിടിക്കുന്നതെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് യെല്ലോ ആണല്ലോ. അപ്പൊ ഈ യെല്ലോന്റെ ചുറ്റും പ്ലസ് വൈറ്റ് കളർ കൊണ്ട് കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ വൈറ്റ് കളർ കൊണ്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ചില ലോജിക് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് സെക്കൻഡ് ലെയറിൽ ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ സെക്കൻഡ് ലെയറിൽ എവിടെയെങ്കിലും വൈറ്റ് ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇവിടെ ഒരു വൈറ്റ് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ പ്ലസിന്റെ ഈ വൈറ്റിനെ ഇവിടെ കൊണ്ടുവരാൻ ഈസി ആണല്ലോ. മീൻസ് ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ കിട്ടുമല്ലോ. ഓക്കെ, ഇനി വേറെ എവിടെയെങ്കിലും വൈറ്റ് ഉണ്ടോ നോക്കുക. അപ്പോൾ ഇവിടെ ഒരു സെക്കൻഡ് ലെയറിൽ ഒരു വൈറ്റ് ഉണ്ട്. അപ്പോൾ ഇതിനെ ഇവിടെ കൊണ്ടുവരണം. ഓക്കെ, ഇനി സെക്കൻഡ് ലെയറിൽ വൈറ്റ് ഇല്ല. അപ്പോൾ നമ്മൾ സെക്കൻഡ് ലെയറിലേക്ക് വൈറ്റിനെ കൊണ്ടുവരാൻ പറ്റുമോ നോക്കുക. ഇവിടെ ഒരു വൈറ്റ് കാണുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഈ കാണുന്ന വൈറ്റിനെ നല്ല തിരിച്ചാൽ അത് സെക്കൻഡ് ലെയറിൽ എത്തിയല്ലോ. ഇതിനെ നേരെ മുകളിൽ കൊണ്ടുവരിക. ഓക്കെ, ഇവിടെ ഒന്ന് അടുത്തതിൽ ഇവിടെ ഒന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെയും ഇങ്ങനെ തിരിക്കുന്ന നേരം ഇവിടെ നമ്മൾ കൊണ്ടുവന്ന വൈറ്റ് പോയിപ്പോവും. അതിനെ ജസ്റ്റ് ഈ അപ്പർ ലെയർ ഒന്ന് തിരിച്ചിട്ട് ഇതിനെ മേലോട്ട് കൊണ്ടുവരിക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ പ്ലസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എക്സ്ട്രാ കിട്ടിയ വൈറ്റ് നമ്മൾ നോക്കണ്ട. ഓക്കെ, ഇനി ഈ ഓരോ വൈറ്റിന്റെയും സൈഡിലുള്ള കളറിനെ നോക്കുക. അപ്പോൾ ഈ വൈറ്റിന്റെ സൈഡിൽ ബ്ലൂ ആണല്ലോ. ഈ ബ്ലൂനെയും ഇവിടെ സെന്ററിലെ കളറിൽ ഉള്ള ബ്ലൂ ആയിട്ട് മാച്ച് ചെയ്യണം. അപ്പോൾ ഇവിടെ ഗ്രീൻ ആണല്ലോ. അപ്പോൾ നമ്മൾ മെല്ലെ തിരിച്ചു കൊണ്ടുപോവുക. ഇവിടെ എത്തിയപ്പോൾ മാച്ച് ആയിട്ടുണ്ട്. ഇനി നേരെ തിരിച്ചടുത്ത് നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ പ്ലസ് ആക്കി കഴിഞ്ഞതിന് ശേഷം ചെയ്യേണ്ടത് ഇതിന്റെ താഴെ പ്ലസ് ആക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിന്റെ സൈഡിലുള്ള കളറിനെ മാച്ച് ചെയ്യിച്ചിട്ട് നേരെ 90 ഡിഗ്രിയിൽ താഴോട്ട് കൊണ്ടുവരുന്നത്. അതായത് ഫസ്റ്റ് റൊട്ടേറ്റ് ചെയ്ത് പിന്നെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ എത്തുമല്ലോ. ഓക്കെ, അതേപോലെ ഈ 3 എണ്ണവും ചെയ്യാം. ഓക്കെ, ആദ്യം മാച്ച് ചെയ്യിക്കുക, താഴെ കൊണ്ടുവരാം. ഓക്കെ, ഇനി മാച്ച് ചെയ്യിക്കുക, ഡബിൾ റൊട്ടേറ്റ് ചെയ്യാം, മാച്ച് ചെയ്യാം, ഡബിൾ റൊട്ടേറ്റ് ചെയ്യാം. ഇനി താഴെ നോക്കിയാൽ മേലെ നിന്ന് പോയിട്ടുണ്ടാവും. താഴെ നോക്കിയാൽ നമുക്ക് കാണാം പ്ലസ് ആയിട്ട് വന്നിട്ടുണ്ടാവും. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ അപ്പർ ലെയറിലെ ഏതെങ്കിലും ഒരു സൈഡിലായിട്ട് വൈറ്റ് കളർ ഉണ്ടോ നോക്കുക. അപ്പോൾ നോക്കുന്നേരം ഈ സൈഡിലായിട്ടൊരു വൈറ്റ് കളർ ഉണ്ട്. അപ്പോൾ ഈ വൈറ്റ് കളറിന്റെ സൈഡിൽ ഏതാ കളർ ഉള്ളത് നോക്കുക. ഗ്രീൻ ആണല്ലോ അല്ലെ. അപ്പോൾ ഗ്രീനും ഈ സെന്റർ കളറിലെ ഗ്രീൻ വരുന്ന രീതിയിൽ ക്രോസ് മാച്ച് ചെയ്യാം. ഓക്കെ, അങ്ങനെ പോകും. ഈ ലെയറിനെ റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന നമുക്ക് കാണാം ഇവിടെ ഒരു വൈറ്റും ഈ വൈറ്റിന്റെ സൈഡിലുള്ള ഗ്രീനും അതേപോലെ ഈ സെന്ററിൽ ഗ്രീനുമായിട്ട് മാച്ച് ആയിരുന്നു. ഓക്കെ, ഇനി ഇതിനെ ഫേസ് ചെയ്ത് പിടിക്കുക. ഓപ്പോസിറ്റ് റൊട്ടേറ്റ് ചെയ്യുക. ഇവിടെയാണുള്ളതെങ്കിൽ ഇവിടെ കൊണ്ടുവരിക. ഓക്കെ, അപ്പൊ ഓപ്പോസിറ്റ് റൊട്ടേറ്റ് ചെയ്തു. അപ്പൊ എന്ത് ചെയ്യും, താഴെന്ന് ഈ ലെയറിനാണല്ലോ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലെയറിൽ താഴെയുള്ള സ്ഥാനം മുകളിലോട്ട് വരും. അപ്പോൾ ഈ താഴെ വന്ന ആളെ കൂടെ ഇതിനെ കൊണ്ടുപോവുക. അതായത് ഈ അപ്പർ ലെയറിനെ മെല്ലെ ഒന്ന് തിരിക്കുക. അപ്പോൾ ഇതിന്റെ കൂടെ എത്തും. ഓക്കെ, എന്നിട്ട് ഇതിനെ താഴെ കൊണ്ടാക്കുക. അപ്പോൾ ഇവിടെ ഇതെത്തി.
ഇനി അടുത്തത് സൈഡിൽ എവിടെയുള്ളത് നോക്കുക. അപ്പോൾ ഇതിൽ സൈഡിൽ എവിടെ ഇല്ല. ഇനി സൈഡിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോക്കണം. ഇവിടെ ഒന്നുണ്ട്. ഇതിനെ ഇവിടെ എത്തിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ജസ്റ്റ് ഒന്ന് തിരിക്കുക അല്ലേ? ഇതിങ്ങനെ തിരിക്കുന്ന നേരം പക്ഷേ താഴെ പോയി പോകും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ലെയറില്ലേ, ഈ ലെയറിനെ, ഈ അപ്പർ ലെയറിനെ ജസ്റ്റ് ഒന്ന് എങ്ങോട്ടേലും തിരിച്ച് മാറ്റിക്കളയുക. ഓക്കെ, എന്നിട്ട് ഈ താഴെ പോയ ഈ ലെയറില്ലേ, ഈ ലെയറിനെ താഴെ തന്നെ കൊണ്ടാക്കുക. ഓക്കെ, അപ്പോൾ സൈഡിൽ നമുക്ക് കിട്ടുകയും ചെയ്ത് ഇത് താഴെ സെറ്റ് ആവുകയും ചെയ്ത്. ഓക്കെ, ഇനി നമുക്ക് കിട്ടിയ ഈ കട്ടൻ്റെ സൈഡിൽ ഏതാണുള്ളത് നോക്കുക, ക്രോസ് മാച്ച് ചെയ്യുക. അപ്പോൾ റെഡാണുള്ളത്, റെഡുമായിട്ട് ക്രോസ് മാച്ച് ചെയ്യുക, ഫേസ് ചെയ്ത് പിടിക്കുക, ഓപ്പോസിറ്റ് റൊട്ടേറ്റ് ചെയ്യുക. താഴെ ഒരാൾ കൂട്ടാൻ വന്നിട്ടുണ്ടാവും, അവരെ കൂടെ പോവുക, താഴെ കൊണ്ടാക്കുക. ഓക്കെ, അങ്ങനെ എല്ലാ കട്ടയും ചെയ്യാം. ഇതാ ഇവിടെ ഒരു കട്ട, ഇനിയിപ്പോൾ സൈഡിൽ വേറെ കട്ടയൊന്നുമില്ല, അതുകൊണ്ട് നമ്മൾ നോക്കുന്നതിന് ഒന്ന് ഇവിടെയാണ് കാണുന്നത് അല്ലേ? ഇനി ഇതിനെ ഇവിടെ കൊണ്ടുവരിക, എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. അപ്പം ഇത് മുകളിലെത്തിയില്ലേ, ഒന്ന് മുകളിലെത്തിയ സാധനത്തിന് ഈ ലെയർ തിരിച്ചില്ലെങ്കിൽ നമുക്ക് ഇതിവിടെ കൊണ്ടാക്കാൻ കഴിയില്ല. അപ്പോൾ ഇതിനെ ഒന്ന് തിരിച്ചാളുക. ഓക്കെ, എന്നിട്ട് ഇതിനെ അതിൻ്റെ പൊസിഷനിൽ തന്നെ കൊണ്ടാക്കുക. അപ്പോൾ ഇതാ ഇവിടെ മുകളിൽ വന്നിട്ടുണ്ടാവും. ഇനി ഇതിൻ്റെ സൈഡിൽ ഏതാ കളർ നോക്കുക, ബ്ലൂ ആണല്ലോ അല്ലേ? ബ്ലൂവും ക്രോസ് മാച്ച് ചെയ്യുക. ക്രോസ് മാച്ച് ചെയ്തതിന് ശേഷം ഇതിനെ ഫേസ് ചെയ്ത് പിടിക്കുക. നേരത്തെ ഇവിടെ ആയിരുന്നല്ലോ അല്ലേ നമ്മൾ ചെയ്തിരുന്നത്, ഈ പ്രാവശ്യം ഇത് ഇവിടെ ഉള്ളതാണ് കിട്ടിയത്. അപ്പോൾ ഓപ്പോസിറ്റ് റൊട്ടേറ്റ് ചെയ്യുക. ഇവിടെ ആയിരുന്നേരം നമ്മൾ ഇവിടേക്ക് ആയിരുന്നല്ലോ ചെയ്തിരുന്നത്, ഇനി ഇവിടെ ഉള്ളവരും ഇവിടേക്ക് ചെയ്യുക. അപ്പോൾ ഓപ്പോസിറ്റ് റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ ഈ സൈഡിലായിരിക്കും വന്നിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ താഴേന്ന് വന്ന ആളെ കൂട്ടാൻ വേണ്ടിയിട്ട് ഇതിന്റെ കൂടെ പോവാം. ഓക്കെ, ഇനി താഴെ കൊണ്ടാക്കുക. ഇനി ഒന്നുകൂടിയാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇതാണ്, ഇതിനെ ഇതിന്റെ നേരെ മുകളിൽ കൊണ്ടാക്കുക. എന്നിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്യുക സൈഡിലായി. ഇനി സൈഡ് നോക്കിയിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ മാച്ച് ചെയ്യുക, ഓപ്പോസിറ്റ് റൊട്ടേറ്റ് ചെയ്യുക, താഴെ വരുന്ന ആളെ കൂടെ പോവുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അല്ലേ? ഇനി സെക്കൻഡ് ലെയർ ആണ് നോക്കേണ്ടത്. ഇതാണ്. ഇനി ഈ സെക്കൻഡ് ലെയർ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ, ഈ പ്ലസ് നേരത്തെ നമ്മൾ പ്ലസ് ആക്കി എടുത്ത ആ പോർഷനില്ലേ, ആ പോർഷനിൽ യെല്ലോ ഇല്ലാത്ത കട്ട തിരഞ്ഞെടുക്കുക. അതായത് ഇവിടെയോ യെല്ലോ ഇല്ലാത്ത. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു യെല്ലോ ഉണ്ട്, ഈ കട്ട പറ്റില്ല. ഇനി ഇത് നോക്കുകയാണെങ്കിൽ ഇവിടെ യെല്ലോ ഇല്ല, രണ്ട് സൈഡിൽ യെല്ലോ ഇല്ല. അപ്പോൾ ഈ കട്ട നമുക്ക് ചൂസ് ചെയ്യാം. ഇത് നോക്കുകയാണെങ്കിൽ പറ്റില്ല, ഇത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത് ചൂസ് ചെയ്തു. ഇനി ഇവിടെ ഈ കട്ടൻ്റെ ഇവിടെ വരുന്ന കളർ ഏതാ നോക്കുക, റെഡ് കളറാണല്ലേ? അപ്പോൾ ഈ റെഡ് കളറിനെ മാച്ച് ചെയ്യിക്കാം. സെന്റർ കളറിൽ റെഡ് വരുന്ന രീതിയിൽ മാച്ച് ചെയ്യിക്കാം. അപ്പോൾ അതാ ഇവിടെ നമ്മൾ മാച്ച് ചെയ്യിച്ചു. ഇനി ഇതിന്റെ മേലെ ഏത് കളറാണ് നോക്കുക, ബ്ലൂ ആണല്ലോ അല്ലേ? അപ്പോൾ ഇവിടെ വരേണ്ട കട്ടയാണോ, ഈ പോർഷനിൽ വരേണ്ടതാണോ, ഈ പോർഷനിൽ വരേണ്ടതാണോ നോക്കുക. അപ്പോൾ റെഡും ബ്ലൂ ആണ് നമുക്ക് ഇവിടെ വരേണ്ടതാണല്ലേ? അപ്പോൾ ഇത് ഇവിടേക്ക് കൊണ്ടുവരാനുള്ള ഇക്വേഷൻ ഏതാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിനെ ഇവിടേക്ക് കൊണ്ടുവരാനുള്ള ഇക്വേഷനാണ് ഉലൂല്, U'(L')U'(L). ഓക്കെ, യു എന്ന് പറഞ്ഞാൽ അപ്പുറം എന്നറിയാലോ, U' അതായത് ആന്റി ക്ലോക്ക് വൈസ്, L'(U')L ക്ലോക്ക് വൈസ്. അപ്പോൾ അതാ ഈ ഒരു സാധനം മേലെ പോയിണ്ടാവും. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്തില്ലായിരുന്നു, അതിന്റെ സൈഡ് നോക്കിയിട്ട് ക്രോസ് മാച്ച് ചെയ്തിട്ട് താഴെ കൊണ്ടാക്കുക. ഓക്കെ, ക്രോസ് മാച്ച് ചെയ്തു, ഓപ്പോസിറ്റ് റൊട്ടേറ്റ് ചെയ്തു, താഴെ വന്നിട്ടുണ്ടോ താഴെ കൊണ്ടാക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കട്ട് ഇതാക്കുന്ന ഇവിടെ വന്നിരിക്കുന്നു കണ്ടല്ലോ, ബ്ലൂ റെഡ്. ഓക്കെ, അതേപോലെ എല്ലും ചെയ്യാം. ഇനി ഓപ്പോസിറ്റ് റൊട്ടേഷനിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ, അതായത് U'(L') ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളൊരു ക്ലോക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക. എന്നിട്ട് ആ ക്ലോക്ക് കറങ്ങുന്നത് ഇങ്ങനെയാണെങ്കിൽ ക്ലോക്ക് വൈസ് അല്ലേ, അതായത് ഇവിടെ 12ഉം ഇവിടെ 6ഉം അല്ലേ വരിക. അപ്പൊ ഇങ്ങനെ കറങ്ങുന്ന നേരം ക്ലോക്ക് വൈസും, ഇനി നേരെ തിരിച്ച് കറങ്ങുന്ന നേരം ആന്റി ക്ലോക്ക് വൈസും. അങ്ങനെ നോക്കി ഫസ്റ്റ് ഒക്കെ അങ്ങനെ നോക്കി ചെയ്താൽ മതി. ഓക്കെ, ഇനി അടുത്ത കട്ടൻ നമുക്ക് കൊണ്ടുവരാം. ഇതിൽ യെല്ലോ ഇല്ല, അപ്പൊ ഈ കട്ടനെ കൊണ്ടുവരാം അല്ലേ? അപ്പൊ നേരെ ഇതിന്റെ സൈഡിലുള്ള കളറുമായിട്ട് മാച്ച് ചെയ്യിക്കുക. ഇതെവിടെ വരുന്ന കട്ടയാ നോക്കുക, അതായത് ഓറഞ്ചും ബ്ലൂ ആണ് വരുന്നത്. ഇതും ലെഫ്റ്റ് സൈഡിൽ വരുന്നതാണ്.
അപ്പം യു ഡാഷ് എൽ ഡാഷ് യു ഡാഷ് എൽ. ഓക്കെ, അപ്പൊ ഈ ഇവിടുന്ന് മാറിയുണ്ടാവും. ഇത് ആദ്യം ചെയ്ത ഗുണം തന്നെ ചെയ്യുക, ക്രോസ് മാച്ച് ചെയ്യുക, ഓപ്പോസിറ്റ് റൊട്ടേറ്റ് ചെയ്യുക, കൊണ്ടുപോകാം. ഇനി അടുത്ത് നോക്കാം. ഇതാ ഇവിടെ ഒരു കട്ടയുണ്ട്. ഇതിൻ്റെത് ഇത് ഗ്രീനും റെഡും ആണ്. ഇത് ലെഫ്റ്റ് സൈഡ് തന്നെയാണ്, നേരത്തെ ചെയ്ത ഗുണം തന്നെ. യു ഡാഷ് എൽ ഡാഷ് യു ഡാഷ് എൽ. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഒരു കട്ടയോടെ ശരിയാക്കാനുള്ളൂ. ഇതാണത്. ഇത് ലെഫ്റ്റ് സൈഡ് തന്നെയാണ് വരുന്നത്. യു ഡാഷ് എൽ ഡാഷ് യു ഡാഷ് എൽ. ഓക്കെ, ഇനി ഇത് റൈറ്റ് സൈഡാണ് വരികയെങ്കിൽ, ഇവിടെയാണ് കട്ട വരുന്നതെങ്കിൽ യു ആർ യു ആർ. അതായത് ലെഫ്റ്റ് സൈഡിൽ എങ്ങനെയാണ് ചെയ്യാന്ന് നിങ്ങൾ കണ്ടല്ലോ. ഇനിയിപ്പോൾ നമുക്ക് സെക്കൻഡ് ലെയറിൽ റൈറ്റ് സൈഡ് വരികയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഇതിൻ്റെ താഴെ ഈ ഗ്രീനും നേരെ മാച്ച് ആക്കുക. ഇനി ഇത് ഇവിടേക്കുള്ള കട്ട നോക്കുക. കട്ട എന്താ നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള കളറും സെയിം ആയി വരുന്ന രീതിയിൽ മാച്ച് ആക്കിയിട്ട് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇത് റൈറ്റ് സൈഡാണല്ലോ വരുന്നത്. ഇത് ഇവിടെയും വരും, ഈ ഓറഞ്ച് കളറ് ഇവിടെയും വരും. ഓക്കെ, അപ്പോൾ റൈറ്റ് സൈഡ് വരുന്നേരം എങ്ങനെയാണ് ചെയ്യാൻ നോക്കുക. ഉരു എന്ന് പറഞ്ഞ ഇക്വേഷൻ ആയിരിക്കും. നേരത്തെ നമ്മൾ ഉലു എന്ന് പറഞ്ഞ ഇക്വേഷൻ ആണല്ലോ ചെയ്തത്. ഇപ്പോൾ ഉരു എന്ന് പറഞ്ഞ ഇക്വേഷൻ ആയിരിക്കും. അപ്പോൾ യു ആർ അതായത് യു ആർ ഡാഷ് ആണ് കേട്ടോ. ആറ് ഓപ്പോസിറ്റ് ആയിരിക്കും വരിക. ഇനി ഇത് നേരത്തെ ചെയ്ത പോകണം തന്നെ. അതിൻ്റെ ഓപ്പോസിറ്റ് കളർ ഏതാണെന്ന് വെച്ചാൽ മാച്ച് ചെയ്യുക, ഓപ്പോസിറ്റ് റൊട്ടേറ്റ് ചെയ്യുക. താഴെ നാൾ വന്നിട്ടുണ്ടാവും, നാളെ കൂടെ പോവുക, തിരിച്ചാക്കുക. ഇത് കണ്ടോ ഇവിടെ. അപ്പോൾ കോയിൻ വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാ നമ്മുടെ സെക്കൻഡ് ലെയർ രണ്ടും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഓക്കെ, ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് മുകളിൽ പ്ലസ് ആക്കുക എന്നുള്ളതാണ്. അത് മുകളിൽ പ്ലസ് ആക്കാൻ വേണ്ടിയിട്ട് ഉള്ള അടുത്ത ഇക്വേഷനാണ് ഫ്രൂറുഫ്. അതായത് എഫ് ആർ യു ആർ ഡാഷ് യു ഡാഷ് എഫ് ഡാഷ്. ഓക്കെ, അതിനാദ്യം ചെയ്യേണ്ടത് ഈ കോയിൻ ഇപ്പോൾ ഇതിലൊന്ന് വരികയാണെങ്കിൽ ഈ ഒരു ഇത് മാത്രം യെല്ലോ ആണുള്ളതെങ്കിൽ, ഇത് രണ്ടും ഇല്ല എങ്കിൽ നമുക്ക് എങ്ങനെയും പിടിക്കാം. ഇനി ഇത് ഇങ്ങനെ വരുന്ന സമയം, അതായത് റൈറ്റിലേക്ക് ഒന്നും താഴോട്ടൊന്നായിട്ട് വരുന്ന സമയം നമ്മൾ അതിനെ ഇങ്ങനെ പിടിക്കുക. ഓക്കെ, റൈറ്റിൽ ഒന്ന് വരുന്ന രീതിയിൽ പിടിച്ചിട്ട് നമ്മുടെ ഇക്വേഷൻ ചെയ്യാം. അതായത് ഫ്രൂറുഫ് എഫ് ആർ യു ആർ ഡാഷ് യു ഡാഷ് എഫ് ഡാഷ്. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ ഒരു ലൈൻ കിട്ടിയിട്ടുണ്ടാവും. അത് നമ്മുടെ നേരെ ഹൊറിസോണ്ടലായിട്ട് പിടിച്ചിട്ട് എഫ് ആർ യു ആർ യു എഫ് ഇനിയും കളിക്കാം. ഓക്കെ, ഫ്രൂറുഫ് അല്ലേ. എഫ് ആർ യു ആർ ഡാഷ് യു ഡാഷ് എഫ് ഡാഷ്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ പ്ലസ് കിട്ടിയിട്ട് അടുത്തത് നമുക്ക് അപ്പർ പോർഷൻ ഫുള്ളി യെല്ലോ ആക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പ്ലസ് എടുക്കുക. പ്ലസ് രണ്ടെണ്ണം ഉണ്ട്. പ്ലസ് രണ്ടെണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ യെല്ലോ വരുന്നത് നമ്മുടെ നേരെ പിടിച്ചിട്ട് ഫേസ് ചെയ്ത് പിടിച്ചിട്ട് ഫുൾ യെല്ലോ ആക്കാനുള്ള ഇക്വേഷൻ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അതിനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ആർ യു ആർ ഡാഷ് യു ആർ യു ടു എന്ന് പറഞ്ഞാൽ യു 2 പ്രാവശ്യം തിരിക്കുക. ഓക്കെ, ആർ ഡാഷ്. നമുക്ക് ചെയ്തു നോക്കാം അല്ലേ. അതായത് ഇത് പ്ലസ് 2 2 യെല്ലോ ഉള്ളത് കൊണ്ട് നമ്മൾ ഈ സൈഡിൽ യെല്ലോ വരുന്നത് നമ്മളെ നേരേക്ക് പിടിച്ചിട്ട് ലെഫ്റ്റ് സൈഡിലാണ് കേട്ടോ. ലെഫ്റ്റ് സൈഡിൽ യെല്ലോ വരുന്നത് നമ്മൾ നേരെ പിടിച്ചിട്ട് ഇതിനെ ഇക്വേഷൻ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ ചെയ്യാണ്. ആർ റൈറ്റ് ആർ യു ആർ ഡാഷ്, അതായത് ആർ ഓപ്പോസിറ്റ് യു ആർ. ഇനി U2 U1 U2. ഇനി ആർ ഡാഷ്. ഓക്കെ, അപ്പോൾ ഇതാ പ്ലസ് 1 ആയി. പ്ലസ് 1 വരുന്നേരം ഈ ഒരു 1 യെല്ലോ, ഒരു എക്സ്ട്രാ ഒരു യെല്ലോ വരികയാണെങ്കിൽ ഈ യെല്ലോ നമ്മുടെ നേരെ ആക്കിയിട്ട് പിടിക്കുക. എന്നിട്ട് പിന്നെയും ഫുൾ യെല്ലോ ആണുള്ള ഇക്വേഷൻ ചെയ്യാം. ആർ യു ആർ ഡാഷ് യു ആർ U2 U1 U2 ആർ ഡാഷ്. ഓക്കെ, പിന്നെ അങ്ങനെ തന്നെയാണ് വന്നത്. അപ്പോൾ പിന്നെ അത് തന്നെ ചെയ്യാം. ചെയ്യുന്നേരം ഇത് നമ്മുടെ സൈഡാക്കിയിട്ട് പിടിക്കാൻ നോക്കുക. ആർ യു
R dash U R U2 U1 U2 R dash. ഓക്കെ, അപ്പൊ നമുക്കിതവിടെ മുകളിൽ ഫുള്ള് യെല്ലോ ആയി വന്നിട്ടുണ്ട്. ഇനി അടുത്ത് ചെയ്യേണ്ടത് ഹെഡ്ലൈറ്റിന്റെ ഇക്വേഷൻ ആണ്. ഹെഡ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതാ ഇങ്ങനെ വരും കേട്ടോ. ഈ ഒരു കളർ മാത്രം വേറെ ആയിരിക്കും, ബാക്കിയെല്ലാം ഒരേ കളറായിരിക്കും. അതായത് ഇത് കണ്ടില്ലേ, ഓറഞ്ചിയുടെ ഇതിൽ മാത്രം ഒന്ന് മാത്രം മാറ്റും. ഇതേപോലെ ആയിരിക്കും ഇരിക്കുക. അപ്പൊ ഒന്നൊക്കെ നമുക്കിങ്ങനെ ഓൾറെഡി വന്നിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ ബാക്ക് സൈഡ് ആക്കിയിട്ട് പിടിച്ചിട്ട് വേണം നമ്മൾ ഹെഡ്ലൈറ്റിന്റെ ഇക്വേഷൻ ചെയ്യാൻ. ഓക്കെ, അപ്പൊ ഇത് ബാക്ക് ആക്കി പിടിക്കുക. എന്നിട്ട് ഹെഡ്ലൈറ്റിന്റെ ഇക്വേഷൻ ഏതാന്ന് വെച്ചാൽ R dash F R dash B2 R F dash R dash B2 R2. അപ്പൊ നമുക്കതൊന്നും ചെയ്ത് നോക്കാം അല്ലേ. അപ്പൊ ഇത് ബാക്ക് ആക്കിയിട്ട് പിടിക്കുക. R dash F R dash B1 B2, അതായത് ബാക്ക് 2 പ്രാവശ്യം. R F dash R dash B1 B2 R1 R2. ഓക്കെ, അപ്പോ ഇത് ഫുള്ള് ആയിട്ടുണ്ട് കേട്ടോ. ഇതില് ഫൈനൽ ഇക്വേഷനും കൂടി ആയിട്ടാണ് വന്നത്. ഇനി ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, ഫൈനൽ ഇക്വേഷൻ എങ്ങനെ ചെയ്യാന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ ഒന്നുകൂടിയും ഷഫിൾ ചെയ്യാണ് കേട്ടോ. ഫുള്ളായിട്ടല്ല, ഫസ്റ്റ് ഈ ലാസ്റ്റ് ഹെഡ്ലൈറ്റ് പോർഷൻ മാത്രം. ഓക്കെ, ഹെഡ്ലൈറ്റ് ആണ്. അപ്പോൾ ഇത് നമ്മൾ ബാക്കാക്കി പിടിച്ചു. എന്നിട്ട് R F R B1 B2 R F R B1 B2 R1 R2. ഓക്കെ, അപ്പോൾ ഇതാക്കുന്ന നമ്മുടെ ഫൈനൽ ഇക്വേഷൻ. ഇത് ഫുള്ള് എല്ലാ ഭാഗവും ഹെഡ്ലൈറ്റ് ആയിട്ടുണ്ട്. ഈ ഭാഗമായി ഇതുമായി എല്ലാമായി എല്ലാ കളറും ഇതിൽ ഹെഡ്ലൈറ്റ് ആയിട്ടുണ്ട്. ഇനി ഫൈനൽ ഇക്വേഷൻ ആണ്. ഫൈനൽ ഇക്വേഷൻ ഇത് എല്ലാ കളറും ഇങ്ങനെ ഹെഡ്ലൈറ്റ് ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഏതും ചൂസ് ചെയ്യാം. ചിലതിൽ നമുക്ക് ഇത് ഒരു സൈഡ് ഫുൾ കവറായിട്ടും, അതായത് ഇപ്പോൾ ഇവിടെ ഫുള്ള് ബ്ലൂ ആയിട്ട് വരും നേരം അതിനെ ബാക്ക് ആക്കിയിട്ട് പിടിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ ബാക്ക് ആക്കിയിട്ട്, ഇതിൽ ഏതും നമുക്ക് ബാക്ക് ആക്കിയിട്ട് പിടിക്കാം, കാരണം എല്ലാം ഒരേപോലെയാണ് വന്നത്. അപ്പൊ ഒന്നിനെ ബാക്ക് ആക്കി പിടിക്കുക. എന്നിട്ട് ലാസ്റ്റ് ഇക്വേഷൻ R U dash R U R U R U dash R dash U dash R2 എന്ന ഇക്വേഷൻ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇക്വേഷൻ ചെയ്ത് നോക്കാം അല്ലെ. R U dash R U R U R U dash R dash U dash R1 R2. ഓക്കെ, അപ്പൊ നമുക്കിതാണ് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇത് മാത്രം ഫുള്ളായിട്ട് വന്നിട്ടുണ്ട്, ബാക്കിയൊക്കെ അതേപോലെ തന്നെയാണ്. അപ്പൊ അത് ബാക്ക് ആക്കിയിട്ട് പിടിക്കുക. എന്നിട്ട് സെയിം ഇക്വേഷൻ ഒന്നുകൂടി ചെയ്യാം. R U dash R U R U R U dash R dash U dash R1 R2. ഓക്കെ, അപ്പൊ ഇതാ നോക്കിയാൽ നമ്മുടെ ക്യൂബ് ഫുള്ള് സോൾവ് ആയിട്ടുണ്ട്.